ഹലോ. കുറച്ച് നാൾ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റെസ്റ്റിലായിരുന്നു. കുറച്ച് നാൾ റെസ്റ്റിലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളെ ഒന്നും അത്ര കെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എങ്കിലും എൻ്റെ ചെടികൾക്കൊന്നും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഞാൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതെല്ലാം നശിച്ചു പോകുമല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ചെടികളോടെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ സർജറിയാണെന്ന്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വട്ടാണെന്ന് തോന്നാം, പക്ഷേ ഞാൻ അവരായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴും എൻ്റെ ചെടികൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പോകുന്നതിൻ്റെ തലേ ദിവസം നന്നായിട്ട് എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫെർട്ടിലൈസറുകൾ കൊടുക്കേണ്ടതിനൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈറ്റങ്ങളെയൊക്കെ ഒന്ന് നോക്കണം, ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, എപ്പോഴും ഇതിനെ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഭാഗ്യത്തിന് തിരിച്ചു വന്നപ്പോൾ ഒന്നും നശിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കിളികൾ വരുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കിളികൾ വരുന്നുണ്ട്. ഇത് വരുന്നത് കാണാനും ചെടികളിൽ നിന്ന് തേൻ കുടിക്കുന്നതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പറമ്പിൽ നമ്മൾ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് വെള്ളത്തിലാണെന്നാണ് കേട്ടത്. എനിക്ക്